തേൻമൊഴിക്ക് സ്ഥലമില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കോളേജിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ട്രൈബൽ വില്ലേജിലേക്ക് പോവാണ്. സോ നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ 8 പേരുണ്ട്, നമ്മൾ 3 പേര് മാത്രമേ കറക്റ്റ് ടൈമിന് വന്നുള്ളൂ. സോ ഇനി ടീച്ചർ വരണം, വേറെ ഫ്രണ്ട്സ് ഒക്കെ വരണം. എന്നിട്ട് നമ്മളൊരു ട്രൈബൽ വില്ലേജിലേക്കാണ് പോണത്. 2 ദിവസത്തെ പരിപാടിയാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അങ്ങോട്ട് പോകാന്നുള്ള എന്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഗൈസ്. ഒരു ഇവിടെ വന്നിട്ട് കുറെ സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാണ്ടെങ്കിലും ഒരു ട്രൈബൽ വില്ലേജിലേക്ക് പോവാന്നുള്ളത്. സോ ഫൈനലി ടുഡേ ഇറ്റ്സ് ഗോണ ഹാപ്പൻ. ബാക്കി ഫ്രണ്ട്സ് ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേഗം കേറിയിട്ട് എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലത്തിരിക്കണം. എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ ചിലപ്പോൾ നമ്മളോട് ഒരു ടീച്ചറുണ്ട്, പിന്നെ നമ്മൾ 8 പേരും അങ്ങനെ പോകണം. അപ്പൊ ടീച്ചർ ചിലപ്പോൾ ഫ്രണ്ടിൽ കയറി ഇരിക്കുമായിരിക്കും. അപ്പൊ നമ്മള് ബാക്കിൽ ഇരിക്കാന്ന് വിചാരിച്ചു. എനിവേ എനിക്ക് എന്തായാലും വീഡിയോ എടുക്കണം, പോണ വഴിയൊക്കെ എനിക്ക് വീഡിയോ എടുക്കണം. സോ ഞാൻ പോയി സീറ്റ് പിടിക്കട്ടെ. ഫ്രണ്ട് കിട്ടുകയാണെങ്കിൽ അത്രയും ബെറ്റർ. ഗൈസ്, തേൻമൊഴിക്ക് സ്ഥലമില്ല ഗൈസ്. ഞങ്ങൾ എല്ലാരും കേറി വണ്ടിയിൽ. തേനിന് മാത്രം സ്ഥലമില്ല. നമുക്ക് മറ്റും ഏൻ ഇപ്പടി എല്ലാം നടക്കുന്നത്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മളൊരു കാര്യം റിയലൈസ് ചെയ്തത്. നമ്മൾ 2 വർഷം ഒരുമിച്ച് പഠിച്ചെങ്കിലും നമ്മളെല്ലാരും കൂടെ ചേർന്ന് പോണ ഫസ്റ്റ് ട്രിപ്പായിരുന്നു ഇത്. എപ്പിടി ഇருக்கு തേന്? റൈഡ് എപ്പിടി இருக்கு? പറഞ്ഞ പോലെ സ്ഥലമില്ലാത്ത ബുദ്ധിമുട്ട് ആദ്യം കുറച്ചുണ്ടായിരുന്നു. പിന്നീട് തോന്നി അതെന്തുകൊണ്ട് നന്നായിന്ന്. കാരണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിച്ചും കളിച്ചൊക്കെ പോവാൻ പറ്റിയത് ഈ സ്ഥലമില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നോണ്ടായിരുന്നു. ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് കോമ്പയ്ക്ക് പോണ വഴിയെത്തി ഗൈസ്. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഗൈസ് ഒരു മഴ വരുന്ന ക്ലൈമറ്റ്. കുഴപ്പമില്ല, മഴ വരാതിരുന്നാൽ മതി. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിലൊന്നും ബസ് ഫെസിലിറ്റീസ് ഇല്ല. നമ്മൾ ഈ സൈഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു വണ്ടിയോ അല്ലെങ്കിൽ ഇവിടുന്ന് വല്ല ക്യാബും കാര്യങ്ങളൊക്കെ എടുത്താണ് പോവുക. പക്ഷേ ഇവിടെ വണ്ടി ഇല്ലാത്ത ആൾക്കാർ നടന്നു പോകുന്നതുവരെ കണ്ടിട്ടുണ്ട്. ഇവരെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നറിയില്ല. എന്തായാലും പോകുന്ന വഴി ഫുള്ള് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വ്യൂയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ മൗണ്ടെയിൻ കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ. പക്ഷേ ആ സ്ഥലങ്ങൾ നമുക്ക് അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഫുള്ള് ഫോണും പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അടിപൊളി വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. പക്ഷേ ഒന്നിലും തന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നിർത്തി തന്നില്ല എന്നുള്ളതും നമ്മൾ ആളോട് ചോദിച്ചില്ല എന്നുള്ളതുമായിരുന്നു കാര്യം. ഒന്നാമത് നമ്മളൊരു സ്റ്റഡി ട്രിപ്പിന് പോകുന്നതുകൊണ്ട് ഇതല്ലല്ലോ നമ്മുടെ പർപ്പസ്. സോ നമുക്കാണെങ്കിൽ ഇങ്ങനെ കാണുന്ന എല്ലാ സ്ഥലവും ഇഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോൾ ഒരു അടിപൊളി സ്പോട്ട് വന്നു ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു അവിടെ. സാധാരണഗതിയിൽ ഇവിടെ എല്ലാവരും നിന്ന് പിക്കും വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ നമുക്കത് ചോദിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടും പിന്നെ നമ്മൾ നൈസായി പറഞ്ഞെങ്കിൽ ആളത് കാര്യമായിട്ട് അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല. അപ്പം നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചധികം ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു കാര്യം റിയലൈസ് ചെയ്തത്. നമ്മൾ താഴോട്ടാണ് ഈ ഇറങ്ങി പോകുന്നത് എന്നുള്ളത്. വഴി അങ്ങനെയാണ്, താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ക്ലൈമറ്റിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഈ ഓപ്പോസിറ്റ് കാണുന്ന മല എന്ന് പറയുന്നത് പൂമ്പാറ, പൂണ്ടി, കൂക്കൽ ആ ഒരു ഏരിയയിലുള്ള മലയാണ്. ബസ് റൂട്ട് വഴിയോ അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് പൂമ്പാറ, പൂണ്ടിയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴി തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ എനിക്ക് ഈ ഒരു അതായത് നമ്മുടെ പല്ലങ്കി, കോമ്പൈ ഈ വഴി വന്നാലും ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നും ഇത് കാണാൻ പറ്റുന്നും എന്നറിഞ്ഞത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അത് വേറെ വഴിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതൊക്കെ അടുത്തടുത്താണല്ലേ എന്നൊക്കെ ഒരു അതായത് എല്ലാം കൂടെ ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുത്തു. ഇവരെന്താ ഇങ്ങനെ പറയണമെന്നൊക്കെ. പിന്നെ ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ മൊത്തം പരിപാടി. ഞാൻ സ്കൂളിൽ നിന്നൊന്നും അധികം ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പും അങ്ങനെയൊന്നും പോയിട്ടില്ല. എൻ്റെ പാരൻസ് അതിനെ അലോ ചെയ്തിട്ടില്ല. സോ അങ്ങനെയുള്ള എനിക്ക് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സ്ഥലത്തോട്ട് പോയപ്പോൾ ഭയങ്കരമായിട്ട് ഈ ട്രിപ്പ് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇത് ചുമ്മാ ഒരു പ്രഹസനത്തിന് വേണ്ടി ഞാൻ എടുത്ത വീഡിയോ ആണ്. ആ വഴി അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് ശരിക്കും നിർത്തി എല്ലാം എൻജോയ് ചെയ്ത് പോകണമെന്നുണ്ടായിരുന്നു. അതിനെന്തായാലും പോസിബിൾ ആയിരുന്നില്ല. പിന്നെ ഈ ഒരു പൊസിഷനൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ മലയുടെയൊക്കെ വ്യൂ അടിപൊളിയായി കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കറക്റ്റായിട്ട് നമുക്ക് ഏതേത് പൊസിഷൻസിൽ ഏതേത് പ്ലേസസ് ആണെന്നൊന്നും അറിയില്ല. അവർ കോമൺ ആയിട്ടാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത്. അവർ പറഞ്ഞത് നമ്മളോട് കൂക്കലിൽ നിന്നും കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഉള്ളൊരു മലയുണ്ട്, അതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് തേനിൻ്റെ പ്രഹസനമാണ്. ആൾക്ക് വീഡിയോസും ഫോട്ടോസും വേണമെന്ന് പറഞ്ഞാൽ ടയറിൻ്റെ മുകളിൽ കയറി ഇരുന്നാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചാണ് അവളവിടെ ഇരുത്തിയത്. പിന്നെ നമ്മൾ ഒന്നുകൂടെ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ വഴിയൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആവുന്നതും സൈറ്റ് സീൻസൊക്കെ മാറുന്നതൊക്കെ നമുക്ക് പതുക്കെയാണ് മനസ്സിലാവുന്നത്. എനിക്ക് വണ്ടിയിലിരുന്നപ്പോൾ അത്ര മനസ്സിലായില്ല. പക്ഷേ വീഡിയോ കാണുമ്പോഴാണ് ഓക്കെ ഇപ്പോൾ വഴിയൊക്കെ മാറിയത്. ഈ ഒരു വഴി കണ്ടില്ലേ, ഇതാണ് ആക്ച്വലി നമ്മൾ പോകുന്ന ട്രൈബൽ വില്ലേജിലേക്കുള്ള വഴി.
അത്യാവശ്യം നല്ല പോലെ തന്നെ മെയിൻ റോഡിൽ നിന്നും ഉള്ളിലോട്ട് പോയാലാണ് ആ ഒരു വില്ലേജ് എത്തുക. എന്തായാലും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു ഗൈസ്. പിന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് ഓൾറെഡി ഇവിടെ അറിയുന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ വന്നത്. അല്ലാതെ നമ്മൾ തനിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇവരുടെ അടുത്തേക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നും അവർ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിലൊക്കെ ചെറിയൊരു ഡൗട്ടുണ്ട്. പക്ഷേ ട്രൈബൽ വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും, അവിടുത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും, അവരെങ്ങനെ സംസാരിക്കും നമ്മളോട് എന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഈ തമിഴ് കുറച്ച് കുറച്ച് അറിഞ്ഞ് പിള്ളേരോട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലാതെ പുറത്തൊരാൾക്കാരോട് പോയി സംസാരിക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ സീരിയസ്ലി അതൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ഇത് ആക്ച്വലി ആന വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഈ കാണുന്ന പോലെ അത്ര പീസ്ഫുൾ ഒന്നും അല്ല ഈ സ്ഥലം. ഇവിടെ പുലിയും ആനയും കരടിയും ഒക്കെ വരാറുണ്ട്. പിന്നെ കാട്ടുപോത്ത് ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നു. പിന്നെ പുലിയൊക്കെ രാത്രി വന്ന് പോകാറുണ്ട് എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഒരു കൊതിയൊക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു വൈൽഡ് അനിമലിനെ കാണണം എന്നുള്ളത്. ഇന്നേ വരെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല കാട്ടുപോത്തല്ലാണ്ട്. പക്ഷേ പിന്നെ ആലോചിച്ചപ്പോൾ അയ്യോ ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇരിക്കണതെന്ന് തോന്നിയപ്പോഴും ഒരു എന്തോ ഒരു വേറെ ഫീലായിരുന്നു. നമ്മൾ ചുമ്മാ കൗതുകം കൊണ്ട് കാണണം പറയണ പോലെ അല്ലല്ലോ നമ്മളവിടെ ജീവിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഉള്ളിലോട്ട് പോകുന്തോറും നല്ല രസമുണ്ടായിരുന്നു. കൂടുതലും ഈ പഞ്ഞീൻ്റെ മരങ്ങളും പിന്നെ നമ്മൾ താഴെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കുറച്ച് കോമൺ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ കൊടൈക്കനാലിലൊന്നും ഞാൻ അത് കണ്ടിട്ടില്ല. മേ ബി താഴോട്ടാണല്ലോ നമ്മൾ പോകുന്നത്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിയത്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി പെരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇത് ആക്ച്വലി ഒരു പക്ക ട്രൈബൽ ഏരിയ ആണ്. അവിടെയുള്ള ആൾക്കാരാണ് റിയൽ കൊടൈക്കനാൽ പീപ്പിൾസ്. എന്ന് വെച്ചാൽ പണ്ട് കാലം തൊട്ട് ഈ കൊടൈക്കനാലിൽ ഇരുന്ന് ഇവിടെയൊക്കെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുമെന്നും കാണിച്ചു തന്ന ആൾക്കാരാണ് ഇവിടെ ഈ ആൾക്കാർ. ഇവരല്ല, ഇവിടെ കുറേ ട്രൈബൽ പീപ്പിൾസ് ഉണ്ട്. അതിലൊരു ഏരിയ ഓഫ് ട്രൈബൽസ് ആണ് ഈ പെരിങ്ങാടിലുള്ള ആൾക്കാരും. സോ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ആക്ച്വലി അവർക്ക് കുറച്ച് എഡ്യൂക്കേഷനെ കുറിച്ചും അങ്ങനെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവയർനെസ് കൊടുക്കാനാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ആ സ്ഥലം എത്തി ഗൈസ്. എൻ്റെ മനസ്സിൽ എക്സ്പെക്റ്റേഷൻ പോലൊരു സ്ഥലം അല്ലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഓക്കെ, ഇതാണോ ട്രൈബൽ ഏരിയ എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ എക്സ്പെക്റ്റേഷൻ വേറെ എന്തോ ആയിരുന്നു. പിന്നെ അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ദേ ഈ കാണുന്നത്. സോ അവിടെ കുറച്ച് പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം പോയപ്പോൾ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത് സാറ് വിളിച്ചിട്ടും പിന്നെ 2 പിള്ളേരുണ്ടായിരുന്നു. അവർ വേറെ കുട്ടികളെയൊക്കെ വിളിച്ചപ്പോഴാണ് ഇത്രയും പേര് വന്നത്. ആദ്യം ദേ ഹായ് ബായ് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചെങ്കിൽ അവർ കുറച്ചൊക്കെ ഒന്ന് നമ്മളോട് സംസാരിക്കാതൊക്കെ നിന്ന്. പിന്നെ നമ്മൾ പോയി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് അവരുടെ അടുത്ത് കാഷ്വലായിട്ട് ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് നമ്മളോട് നല്ല മിങ്കിളായത്. ലൈക്ക് നല്ല പിള്ളേർ, ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും അവർ. നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ അവരുമായിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവിടെ അതിനകത്ത് വെച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തുള്ള കാര്യങ്ങളൊന്നും ഇടാത്തത്. നമ്മൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത് അതിനകത്ത് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുത്തെ വീടുകളിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ തുള്ളിച്ചാടി എനിക്കിതൊക്കെ കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഇവരുടെ കൂടെ കയറി അങ്ങോട്ട് പോയി. എല്ലാം ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ദാ കാണുന്ന ചേട്ടൻ ഇവിടെയുള്ള എല്ലാവരും അറിയുന്നതുകൊണ്ട് ആളാണ് നമ്മൾ എല്ലാ വീട്ടിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സോ ഈ കയറി പോകുന്നില്ലേ, ഇങ്ങനെയാണ് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്കുള്ള വഴി. ആക്ച്വലി ഇതാണ്. നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് ചുമ്മാ ഒരു മല, അതിനകത്ത് വീടുണ്ടെന്നോ വഴിയുണ്ടെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് ദേ ഇതുപോലെ വീടുകൾ കാണുന്നത്. ഇതൊക്കെ ആക്ച്വലി റീസെൻ്റായിട്ട് ഏതോ കുറച്ച് ആൾക്കാർ വന്ന് കെട്ടിക്കൊടുത്തുകൊണ്ട് പോയ വീടാണ്. ഇതാണ് ആക്ച്വലി അവരുടെ ഒറിജിനൽ വീട്. ലൈക്ക് ഇവർ ട്രഡീഷണലി അല്ല, പണ്ട് തൊട്ടേ കെട്ടി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഇങ്ങനത്തെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് വന്ന് അവർക്കത് മോഡിഫൈ ചെയ്ത് മാറ്റി കൊടുത്ത വീടാണ് നമ്മൾ ആ കണ്ട ഷീറ്റിട്ട പോലത്തെ സാധനം. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ നടന്നപ്പോഴാണ് ഇങ്ങനൊരു വ്യൂ പോയിൻ്റ് എത്തിയത്. സത്യമായിട്ടും ഇങ്ങനൊരു സാധനം അവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും എക്സ്പെക്റ്റ് ചെയ്തില്ല. അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ഇവിടെ നിന്നൊരു അടിപൊളി വാട്ടർഫോൾസ് കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ കണ്ട് നിൽക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. അവിടെ നമുക്കൊരു സൈഡ് നോക്കുമ്പോൾ വാട്ടർഫോൾസ് കാണുന്നൊരു മല, വേറെ സൈഡ് ഫുള്ള് മലകൾ, പിന്നെ ഒരു സൈഡ് ഇങ്ങനെ കുഞ്ഞു കുന്നുകൾ, പിന്നെ നമുക്ക് വേറൊരു സൈഡ് നോക്കുന്ന സമയത്ത് പഴനിയുടെ ഒരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മളിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും. ദേ അതായിരുന്നു ആ വാട്ടർഫോൾസ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർഫോൾസ് എത്തും. ഗൈസ്, അതുപോലെ തന്നെ നമ്മളങ്ങനെ പൂണ്ടി അവരുടെ എത്തും. വില്ലേജിലൊക്കെ പോയിട്ട് നടന്നു വന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നത് അതാ ഇവിടെ ഫുള്ളാണ് നമ്മൾ കയറിപ്പോയത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവരുടെ സ്കൂളിലേക്ക് തന്നെ വന്ന് ദെൻ പിള്ളേരെല്ലാവരും കൂടെ ബാക്കിയുള്ളവരെയും കൂട്ടിയിട്ട് അവരുടെ വീടൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇനി ഒന്നും കൂടെ നടക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഇവിടെ ഉള്ളവരൊക്കെ ഒരു
ഡെയിലി ഇവരിങ്ങനെ ഇറങ്ങി കയറി പൊക്കോണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മളെ കൊണ്ടാവില്ല ഗൈസ്. അതിനുള്ള ആരോഗ്യം പോലും ഇല്ല. പിള്ളേര് പോലും ഇങ്ങനെ പയറുമണി പോലെ ഓടിക്കളിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് അതിന് പറ്റില്ല. ഒരു വട്ടം പോയി വരുമ്പോഴത്തേനും മതിയായി. പിന്നെ നല്ല വെയിലുണ്ട്. ആക്ച്വലി ഇതേ കാണിച്ചു തരാം ഞാൻ. ഈ വഴി കൂടിയാണ് ഗൈസ് നമ്മളും പോയത് ഓരോരോ വീടുകളിലേക്കും. ഇപ്പം അവരും അവരുടെ വീടുകളിലേക്ക് പിള്ളേരെല്ലാവരും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇവരെല്ലാവരും കയറി പോണത്. പക്ഷേ നല്ല ബുദ്ധിമുട്ടത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ആക്ച്വലി നമുക്ക് ഈ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതിനിടയ്ക്ക് വീടുണ്ടെന്നൊന്നും അറിയണില്ല. ഇവിടെ പിള്ളേരെ കാണാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ പാരൻസിനെയും കൂടെ ചേർന്ന് കാണാനാണ് വന്നത്. പക്ഷേ ഇവിടെ ഒരു വീട്ടിലും ആൾക്കാരുണ്ടായിരുന്നില്ല ഗൈസ്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 ആൻറ്റിമാർ, അവരെ മാത്രമാണ് നമ്മൾ കണ്ടത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇവർ സാധാരണഗതിയിൽ രാവിലെ നേരത്തെ തന്നെ വല്ല ജോലിക്കും പോകും, പിന്നെ വൈകുന്നേരം വരാറ്. നമ്മൾ വരുന്നതൊക്കെ നേരത്തെ കൂട്ടി പറഞ്ഞാലേ ഇവരിവിടെ നിൽക്കത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ഇവർക്ക് കെട്ടിക്കൊടുത്ത് ലൈക്ക് ഓരോരോ സ്കീം വഴിയൊക്കെ അവർക്ക് കുറേ വീടൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേർക്ക് കെട്ടിക്കൊടുത്ത വീടാണ് ഈ കാണുന്നത്. മൊത്തം ഞാൻ മുൻപ് കാണിച്ച പോലത്തെ വീടല്ല എല്ലാവർക്കും. ഓരോ പദ്ധതിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോന്ന് വഴി കെട്ടിക്കൊടുക്കുന്ന വീടും പിന്നെ റോഡും അങ്ങനെയൊക്കെ ഉണ്ട്. കുറേയൊക്കെ ലൈക്ക് എല്ലാവരും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവർ ജനിച്ച് വളർന്ന ഈ സ്ഥലം ഇതായതുകൊണ്ട് ഇവർ ഈ സ്ഥലം വിട്ട് എവിടേക്കും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അവർക്ക് പറ്റുന്ന അത്രയും ഫെസിലിറ്റീസ് ആൾക്കാർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യുന്നത് അവിടെ ഭയങ്കരമായിട്ട് എഡ്യൂക്കേഷൻ കുറവാണ്. സ്കൂളില്ലായ്മയൊന്നും അല്ല അതിനുള്ള റീസൺ. സ്കൂളും ഫെസിലിറ്റീസും എല്ലാം അവിടെ മാക്സിമം അവർ കൊണ്ടു കൊടുക്കുന്നുണ്ട്. പക്ഷേ പിള്ളേരൊന്നും പഠിക്കാൻ വരാത്തതും വീട്ടുകാർ വിടാത്തതും ഒരു റീസണാണ്. അവർ കണ്ട് വളർന്ന ഒരു ശീലം വെച്ചിട്ട് ഇപ്പോൾ സ്കൂളിൽ പോയി പഠിച്ചൊരു ജോലി മേടിച്ച് പുറത്ത് ജോലിക്ക് പോയ അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ ആരുമില്ല. അപ്പോൾ ഇവർക്കും ആ ഒരു എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഇപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യമൊന്നുമില്ല. സോ ഇവർക്ക് ചെറുതാവുമ്പോൾ പിള്ളേരെ വിടുന്നൊരു സ്ഥലമാണ് സ്കൂൾ, അതവർ വിടും. അതിനുശേഷം അത്യാവശ്യം വലുതാകുമ്പോൾ വീട്ടുകാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനും പിന്നെ ഇവരുടെ തോട്ടത്തിലും പശുവിനെ ആടിനെയൊക്കെ മേയ്ക്കാനും അങ്ങനെയുള്ളൊരു പ്രായമാകുമ്പോൾ അതിനവർ പോകും. പിന്നെ നമ്മൾ ടീച്ചേഴ്സ് എത്ര പോയി വിളിച്ച് നിർബന്ധിച്ചാലും സംടൈംസ് പാരൻസ് വിടണമെന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇവരുടെ സിറ്റുവേഷൻ. പക്ഷേ പിള്ളേരോട് സംസാരിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗൈസ്. കാരണം അവർക്ക് ഓരോരുത്തർക്കും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ടീച്ചർ ആവണം, കളക്ടർ ആവണം എന്നൊക്കെ കുറേ ആഗ്രഹം. ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണേന്നുണ്ടായിരുന്നു മനസ്സിൽ. കാരണം ഇത് ഇവരെ മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കില്ല, ഇവരെ പാരൻസും കൂടെ വിചാരിക്കണമായിരുന്നു അത്. അങ്ങനത്തെ അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിള്ളേർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു പോണത്. കണ്ടില്ലേ, തേനിനെയൊക്കെ കെട്ടിപ്പിടിച്ച് പോവല്ലേ അക്ക എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മളൊരു 2 മണിയായപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ ലൈക്ക് എന്തോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ വിഷമമല്ല, പക്ഷെ എന്തോ ഇനി ഇങ്ങോട്ട് വരണം, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഗൈസ്. പിന്നെന്താ, തിരിച്ചു പോകുന്ന റൈഡ് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇങ്ങനെ ഒരു ഓപ്പൺ ജീപ്പായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നേലും എൻജോയ് ചെയ്തായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സോ ശരിക്കും ഒരു ട്രിപ്പ് ഭയങ്കര എൻജോയിങ് ആയിരുന്നു.